ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് മാളു സ്റ്റോറീസ്. സോ മാളു സ്റ്റോറീസിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സോ ഗായ്സ്, അപ്പം നമ്മൾ ഇന്ന് ഒരു സ്ഥലം വരെ പോവാണ്. സോ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ സൺഡേ ഡേ വ്ളോഗാണ്. ഞാനും അമ്മയും അച്ഛനും കൂടെയാണ് നമ്മൾ പോകുന്നത്. സോ നമ്മൾ ഈങ്ങാപ്പുഴയ്ക്കാണ് പോകുന്നത്. അവിടെ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. സോ അങ്ങനെയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. സോ നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സൺഡേ വ്ളോഗായിട്ടായിരിക്കും നിങ്ങൾ കാണാം. സോ അവസാനം വരെ ഈ വീഡിയോ വാച്ച് ചെയ്യുക ഗൈസ്. പിന്നെ എൻ്റെ വീഡിയോ ഇതുവരെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഗൈസ്, അപ്പം നമ്മൾ 2 ബസ് കയറി നമ്മളത് ഒരു കാലിച്ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണ്. പിന്നെ നമുക്ക് ഒരു ബസ്സും കൂടെ കയറണം. ടോട്ടൽ 3 ബസ് കയറി വേണം ഗൈസ് നമുക്ക് അവിടെ എത്താൻ വേണ്ടിയിട്ട്. ഇപ്പം തന്നെ സത്യം പറഞ്ഞാൽ ടയേർഡായി. നമ്മൾ ചായക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. നല്ല ചൂടുണ്ട്. പണ്ണാക്ക് പൊള്ളി നമ്മളൊരു കേസരി പത്തിരി പറഞ്ഞിട്ടുണ്ട്. ഗൈസ്, അപ്പൊ നമ്മളിതാ സാൻഡോ ചേട്ടൻ്റെ കൂടെ കാറിൽ കയറി ഗൈസ്. ഈങ്ങാപ്പുഴ എത്തിയിട്ട് വിവരം പറയാൻ വിട്ടു ഈ വ്ളോഗിൻ്റെ അകത്ത്. സോ നമുക്കിനി പോവാം. നമ്മൾ ആദ്യം പോകുന്നത് ഒരു അത്യാവശ്യം നല്ലൊരു എന്താ പറയുക ഒരു പാരമ്പര്യ വൈദ്യൻ്റെ അടുത്തേക്കാണ്. സോ അവിടെ എത്തിയിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനൊക്കെ ഉണ്ട്. ഈ വ്ളോഗ് നിങ്ങൾ കാണുക ഗൈസ് ഫസ്റ്റ് ആയിട്ട്. സോ നമുക്ക് അങ്ങോട്ട് പോവാം. ആദ്യം നമ്മൾ കുറച്ച് വണ്ടിക്ക് കുറച്ച് പെട്രോൾ അടിക്കട്ടെ ഗൈസ്. അപ്പോൾ നമ്മളിതാ പാരമ്പര്യ വൈദ്യൻ്റെ അടുത്തെത്തി. സോ അതാ അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഇവിടെ ഒരുപാട് ഔഷധ തൈകളുണ്ട്, ഇഷ്ടം പോലെ. പേര് പോലെ എനിക്കറിയില്ല ഗൈസ്. ഓരോന്നും നമുക്ക് പരിചയപ്പെടുത്തുമ്പോഴാണ് ഓരോന്നിൻ്റെ ഗുണം നമ്മൾ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ വലിച്ചു വലിച്ച് ജ്യൂസ് ആക്കണം. ഇവിടെ അത്ര വലിയില്ല. ഫ്രീ ആയിട്ട് അത് ചുരുക്കി പറഞ്ഞുണ്ടോ? സുഖം അല്ല, വേദന ഉണ്ടെങ്കിലും ഒരു സുഖമല്ലേ നമ്മളിങ്ങനെ വീശുവല്ലേ. ഗൈസ്, അപ്പം നമ്മൾ ഇവിടെ വന്നപ്പം സത്യം പറഞ്ഞാൽ അമ്മക്ക് നല്ലൊരു അനുഭവമാണ് കിട്ടിയത്. സോ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അമ്മയ്ക്ക് വണ്ടി ഓടിച്ച് ഭയങ്കര നട്ടലിന് പ്രശ്നമായിരുന്നു. അപ്പം ഒരു എക്സസൈസ് ഡെയിലി ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ അത്യാവശ്യം നല്ലൊരു വൈദ്യനാണ് നമ്മുടെ സണ്ണി ചേട്ടൻ. ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ മുൻപും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എക്സ്പീരിയൻസ് ഗൈസ്. ഇവിടെ ആരുണ്ട് ഗൈസ്? ഹായ്. ഈ ആടിനോട് കുത്തു കിട്ടുമെന്ന് എനിക്കറിയാം. എൻ്റെ നോട്ടം കണ്ടിട്ട് എന്നെ കുത്തുന്നുള്ള ഗൈസ്. ഈ ഒരു സംഭവം വൈറ്റ് കുരുമുളക് എന്ന് പറയും, വെളുത്ത കുരുമുളക് എന്ന് പറയും. സോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഐറ്റം കാണുന്നത്. പക്ഷെ അടിപൊളിയാണ് ഗൈസ്. നിങ്ങൾക്ക് ഈ ഒരു സംഭവം കണ്ട് പരിചയമുണ്ടെങ്കിൽ മെൻഷൻ ചെയ്യുക കേട്ടോ കമൻറ്റിൽ ഗൈസ്. അപ്പോൾ നമ്മൾ മുകളിൽ തേനീച്ചപ്പെട്ടി ഉണ്ട്. സോ അത് കാണാം. ഇതല്ലേ ചെറുതേൻ്റെ പെട്ടി? ഈ പെട്ടി പലതരം മോഡലുണ്ട്. ഇതൊക്കെ പ്രാകൃതം പിടിച്ച പെട്ടികളാണ്. ഈ പെട്ടിയാണ് ശരിക്കുള്ള പെട്ടി. ഇതിൻ്റെ നല്ല മോഡിഫിക്കേഷൻ നല്ല വൃത്തിയിലുണ്ടാക്കും. നമ്മൾ എനിക്ക് ആശയപ്പെടി അറിയത്തില്ല. ഞാൻ തന്നെയാണ് ഇതിൻ്റെ പുസ്തകം. എന്താ വെക്കുന്നത്? അടയുണ്ടോ? ഇതെങ്ങനെയാ അറിയോ? ഇതിനകത്ത് നടത്തി വെച്ചില്ലേ, ഇത് സീസണിൽ ഈ ഈച്ചേനെ പിടിച്ച് കുറേ പകുതി എടുത്ത് ഇതിനകത്ത് വെക്കും. കറണ്ട് വരാത്തൊന്നും കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ സണ്ണി ചേട്ടൻ്റെ കയ്യിൽ നിന്ന് തേന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. സോ ഓൾമോസ്റ്റ് ഫ്രഷ് തേനാണ്. പുള്ളിയുടെ ഓൾറെഡി തേനിൻ്റെ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് ഇതേപോലത്തെ ഒറിജിനൽ തേന് വേണമെങ്കിൽ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുക്കാം. സോ നിങ്ങൾ അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒറിജിനൽ തേൻ നിങ്ങൾക്ക് എത്തും. അത്യാവശ്യം നല്ല അഫോർഡബിലിറ്റിയിലാണ് മൂപ്പര് തേന് സെയിൽ ചെയ്യുന്നതും. കാരണം ഇത് ഞാനിപ്പോൾ ലൈവായിട്ട് മൂപ്പര് എടുത്ത് തന്ന് കുപ്പിയിലാക്കിയാണ് ഞാൻ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രിസർവേറ്റീവ്സും കൂടാണ്ടാണ് പുള്ളി ഇത് ചെയ്യുന്നത്. സോ വേണ്ടവർ ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം. ഓക്കെ. ഹായ്, ഇതാണ് നമ്മുടെ സണ്ണി ചേട്ടൻ ഗൈസ്.
ഞങ്ങൾ പോയി വരാം സണ്ണി ചേട്ടാ, അടുത്ത പ്രാവശ്യം കാണാം. ബൈ. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് കഴിക്കും. ഞാനിതൊന്നും അറിഞ്ഞിരുന്നില്ല. ഗൈസ് ബിരിയാണി. ചൈന വൈഫ് എന്തെങ്കിലും ചോറ് തിന്നിക്കോ വർക്ക് പോയപ്പോ എല്ലാരുടെ ഭാഗത്തുനിന്നുണ്ട് ചോദ്യം. പക്ഷെ അതാകുമ്പോ വയറ്റിലുണ്ടാവും. ഗൈസ് അപ്പോൾ നമ്മൾ വൈദ്യരുടെ അടുത്ത് നേരെ കയറി. വൈദ്യർ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്ന് നമ്മുടെ ഹെൽത്തി ലൈഫിന് വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങളും പിന്നെ അച്ഛന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് നമ്മൾ നേരെ അവിടെ നിന്ന് കയറി. ഇനി സോ നമ്മൾ കയാക്കിങ് കാണാൻ പോവാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഗൈസ് കയാക്കിങ് കാണാൻ പോകുന്നത്. സാൻഡോ ചേട്ടനും അച്ഛനും അമ്മയും ഞാനും കൂടെയാണ്, നമ്മൾ 4 പേരാണ് കയാക്കിങ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് പോവാം ഗൈസ്. ഭയങ്കര എക്സൈറ്റ്മെന്റ്. ആക്ച്വലി ഞാൻ ഇവിടെ വന്നത് കയാക്കിങ് കാണാൻ വേണ്ടി മാത്രമാണ്. ഇവര് വന്നത് വൈകുന്നേരം. അപ്പൊ നമുക്ക് നേരെ പോവാം, അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മള് കയാക്കിങ്ങിന്റെ മെയിൻ എൻട്രിയിലോട്ട് ഇതാ കയറുകയാണ്. 2024 മലബാർ റിവർ ഫെസ്റ്റിവൽ ആണ്. സോ നമുക്ക് പോവാം. ചേട്ടാ ഇന്ന് പുല്ലുരാമാറാണ് എവിടെയുള്ള പുല്ലുരാമാറല്ലേ? അതിലെ ബോട്ടിലുള്ള പരിപാടി. അത് ഏഷ്യയിലെ തന്നെ ഏറ്റവും നല്ല സ്പോട്ട്, ഇതിനുള്ള പറ്റിയ സ്ഥലമാണ് ഈ പുഴകൾ. അപ്പൊ അതുകൊണ്ടാണ് അവരോട് തെരഞ്ഞെടുത്തത്. വിദേശികളായിരിക്കും. ഇവിടെ എന്തൊക്കെ പരിപാടിയാണ്. ഞാൻ ഇവിടെ നിക്കങ്ങൾ പോയിക്കോ. ആദ്യം അറിഞ്ഞത് എന്റെ ഡ്രസ്സൊക്കെ എടുത്ത് പോലെ ഗൈസ്. അവിടെ അടിപൊളി പ്രോഗ്രാം ഒക്കെ നടക്കാൻ പോകുന്നുണ്ട് ഗൈസ്. സത്യം ഗൈസ്. കയാക്കിങ് ഏകദേശം തീരുമാനമാവാനായിട്ടുണ്ട്. എനിക്ക് ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ കൂടെ അങ്ങോട്ട് എത്തണം. തീരാനായി എന്നാണ് ഇപ്പൊ കിട്ടിയ റിപ്പോർട്ട് നിഗമനത്തിൽ. നമുക്ക് എന്തായാലും വേഗം പോവാൻ. എന്തെങ്കിലും ഒരു കോലൊക്കെ കാണാനിരിക്കില്ലേ ചില കയാക്കിങ്ങിന്റെ. ഗൈസ് അപ്പൊ നമ്മളിതാ ഈ ഒരു സൈഡിൽ കൂടെയാണ് കയാക്കിങ് കാണാൻ പോകുന്നത്. നോക്കിപ്പോയില്ലെങ്കിൽ അടി തെറ്റി ആനയും വീഴുന്നുള്ള അവസ്ഥയാണ് ഗൈസ് സത്യം പറഞ്ഞ. ഇങ്ങനെ സൈഡിൽ കൂടെ ഫുൾ മറ്റേ വെള്ളം ഇങ്ങനെ പോകുന്നുണ്ട്. നല്ല തണുപ്പും നല്ല മഴയും വരാൻ പോകുന്നുണ്ട്. എന്താവെന്ന് അറിയില്ല. ഗൈസ് ഈ ഒരു സ്ഥലമാണ് നമ്മളിങ്ങനെ മുറിച്ച് കടക്കണ്ടേ. കയാക്കിങ് കാണാൻ വന്ന അമ്മേനെ പിടിച്ചിറക്കേണ്ട അവസ്ഥയാ സത്യം പറഞ്ഞാല്. അത്രയും ഡേഞ്ചർ. നമ്മൾ നടക്കുന്ന സ്ഥലം മൊത്തം വീണാ പിന്നെ ഒന്നിനും പറ്റൂല. നമ്മളെ ഇറങ്ങി ഫുള്ള് ഇതാ ഇതേപോലത്തെ കുത്തും കുഴിയുള്ള സ്പോട്ടാ. കുത്തനെ കഴിച്ച് ആ ടോപ്പ് കഴിച്ച് നമ്മൾ ഇറങ്ങി ഇവിടെ എത്തി. എൻ്റെ അമ്മ ഇവിടുന്ന് നമ്മൾ ഇറങ്ങി താഴെ എത്തുമ്പോഴേക്ക് തന്നെ സത്യം പറഞ്ഞാൽ നമ്മൾ ചത്ത് കഴിച്ച്. ഫൈനലി നമ്മള് എന്താ പൊന്നെ ഇവിടെ എത്തി. ഇതൊക്കെയാണ് നമ്മൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് ഗൈസ്. എത്രയെങ്കിലും പൈസ ഒന്നും ഉണ്ടാക്കുന്നതിൽ ഒരു അർത്ഥമില്ല ഗൈസ്. ഇങ്ങനത്തെ ഓരോ മൊമെന്റ്സ് ക്യാപ്ചർ ചെയ്യണം.
ലൈഫിൽ ഇതൊക്കെയാണ് ഗൈസ് സത്യം പറഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്. കാരണം അത്രയ്ക്കും അടിപൊളിയാണ്. ഇത് കഴിഞ്ഞില്ല അച്ഛാ, ഇന്നത്തോടെ കഴിഞ്ഞില്ലേ? ഇന്നത്തോടെ അത് ക്ലോസ് കഴിഞ്ഞാലും വന്നിട്ട് കാര്യമില്ല. നമ്മൾ തന്നെ ലാസ്റ്റ് മിനിറ്റ് ആണ് എത്തിയത് സത്യം പറഞ്ഞാൽ. പക്ഷെ അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അയ്യോ കുടിക്കാൻ പറ്റുമോ? ഓ കുടിച്ചോ, മുങ്ങിക്കോ. അത് അവിടെ നല്ല കുണ്ടാണ് അത്. കയറി പോരെ. ഓരോ വർഷങ്ങളിലും നടക്കുന്നത്. പക്ഷേ എനിക്ക് 2024 റിവർ ഫെസ്റ്റ് കാണാനാണ് വരാൻ സത്യം പറഞ്ഞാൽ ഈ കയാക്കിംഗ് പറഞ്ഞാൽ അടിപൊളി എക്സ്പീരിയൻസ് എന്ന് പറയാം. ആക്ച്വലി ഞാൻ ഇവിടെ എത്തിയത് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ലാസ്റ്റ് വിസിറ്റാണ്. പക്ഷേ എനിക്ക് കാണാനൊരു എക്സ്പീരിയൻസ് ആണ്. എനിക്കൊരു ഭാഗ്യം കൂടി കിട്ടി. നമ്മളെ മലബാർ വില്ലേജിന്റെ ഒഫീഷ്യൽ പേജിലേക്ക് എനിക്കൊരു ഇതിന്റെ എക്സ്പീരിയൻസ് വീഡിയോ പറയാനുള്ളൊരു ചാൻസ് കിട്ടി. സോ താങ്ക് യു സോ മച്ച്. ആൻഡ് സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. സോ നമ്മൾ 4 പേരുണ്ട് കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മളിനി തിരിച്ചിങ്ങോട്ട് ഇറങ്ങിയത് നമ്മൾ തിരിച്ച് അങ്ങോട്ട് കയറണല്ലോ എന്ന് ആലോചിച്ചുള്ള ചെറിയ വിഷമം മാത്രമേ ഉള്ളൂ ഗൈസ്. അപ്പോൾ സാൻഡോ ചേട്ടൻ്റെ ഫാമിലി മെമ്പേഴ്സ് സാൻഡോ ചേട്ടൻ്റെ ഇതിനെന്തേ പറയുക കള്ളപ്പോ വട്ടയപ്പം. സോ അവരെ സ്പെഷ്യൽ വട്ടയപ്പം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ ഗൈസ്. ഞാൻ ഫസ്റ്റ് ടൈം ഗൈസ് വട്ടയപ്പം. നല്ല പൂ പോലത്തെ വട്ടയപ്പം ഗൈസ്. നമ്മളെ വെള്ളയപ്പൊക്കെ ബാക്കിൽ വെക്കും. അത്രയും ടേസ്റ്റ് ഉണ്ട്. അടിപൊളി. അങ്ങനെ നമ്മളിതാ നാരങ്ങത്തോട് വാട്ടർഫോൾസിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ ഇപ്പം നമുക്ക് ഇറങ്ങാനുള്ള ടൈം തീരില്ല. അപ്പൊ അതുകൊണ്ട് ഏകദേശം നമുക്ക് ഈവനിങ് ആവാനായി. നമുക്ക് തിരിച്ച് നാട്ടിലെത്തുകയും വേണം. കാരണം അവിടുന്ന് ഒരു 2 മണിക്കൂറുണ്ട് മാക്സിമം അങ്ങോട്ട്. അപ്പൊ നമ്മൾ ഇനി ഒരു ദിവസം എന്തായാലും ഇവിടെ ഫുൾ എക്സ്പ്ലോർ. ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ സമയം കഴിഞ്ഞില്ല. കാരണം നമ്മളിവിടെ എത്തുമ്പോൾ തന്നെ ഒരു 11-12 മണി ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെന്താ പറയുക, ഇനിയും ഒരുപാട് വീഡിയോസ് എക്സ്പ്ലോർ ചെയ്യാൻ കണക്കാക്കിയിട്ട് നമ്മൾ വരുന്നതായിരിക്കും ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇതാണ് എൻ്റെ ഒരു കയാക്കിങ്ങിൻ്റെ ഒരു വീഡിയോ വരുന്നത്. ആക്ച്വലി ഞാൻ ഇന്ന് ഭയങ്കര ബ്ലെസ്ഡ് ആണ് ഗൈസ്. എനിക്ക് അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. സോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ മാളു സ്റ്റോറീസിൻ്റെ വീഡിയോ. സോ മാളു സ്റ്റോറീസിൻ്റെ വീഡിയോസ് ഇതുവരെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതൊക്കെ ചെയ്യുക ഗൈസ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ്.